അങ്ങൊന്നും കരയുന്നുണ്ടല്ലോ. രണ്ടാളുണ്ടല്ലോ. ഒരാള് ആ 3 ആളുണ്ട്. ഒന്നതാ പോണാ അല്ല ഒന്നല്ലതാ കൊറേ പേരുണ്ട്. ഒന്ന് തോണീന്റെ അപ്പുറയാ അല്ലേ? അതാ പോണ. 5 ഉണ്ട്. ഹലോ, നല്ല ചൂടാണ്. ഞാൻ എവിടെയാണ് ഉള്ളതെന്നറിയോ? ഞാൻ കുറ്റിപ്പുറത്ത് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോസ്പിറ്റൽ ഇവിടെയാണ്. താമസിച്ചിട്ടുണ്ടായിരുന്ന ഇവിടെ ഒരു ക്വാർട്ടേഴ്സിലാണ്. അപ്പോൾ ആ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ താമസിച്ചിരുന്ന ഒരു ഫാമിലി ഉണ്ട്. അവരുടെ വീടാണ് ഇത്. പുതിയ വീടിൻ്റെ പണി തീർക്കുകയാണ്. ചെറിയ വീടെന്ന് പറയുന്നത് ഈ കുഞ്ഞ് ഷെഡാണ്. തറവാട് എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ആ വീടാണ്. അപ്പം ഞങ്ങൾ ഇന്നിവിടെ വന്നതാണ്. കുറേ മക്കളുണ്ട്. പിന്നെ തൊട്ടടുത്താണ് ഭാരതപ്പുഴ, പാടത്ത് പോയി, അങ്ങനെ കുറേ നല്ല നല്ല വിശേഷങ്ങൾ ആണ് ഇവിടെ ഉള്ളത്. അപ്പം നല്ല ചൂടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ ചൂടിൻ്റെ ഒരു അവസ്ഥ കാണണ്ടേ? ഭാരതപ്പുഴേൻ്റെ അവസ്ഥ കാണണ്ടേ? ഞാൻ കാണിച്ചു തരാം. ഭാരതപ്പുഴയുടെ അവസ്ഥ കണ്ടോ? ഇത് ചിപ്പുണ്ടാക്കി അച്ചാറ്, ഉപ്പേരി, ചിക്കൻ, ഫിഷ്, വാട്ടർ, കുഞ്ഞിൻ്റെ വാട്ടർ 2 ബോട്ടിൽ. പപ്പടാണ് തകർത്തത്. എത്രയാ പപ്പടാ ചേച്ചി? ഞങ്ങൾ ചോറ് തിന്നാൻ പോവാട്ടോ. എന്തിന് പേര്? അല്ലി. അല്ലിക്ക് ആഭരണം എടുക്കാൻ പോണ്ടേ? അല്ലി, ഞങ്ങളിന്ന് ഫുഡ് കഴിക്കാൻ പോവാണല്ലേ. അല്ലിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് തോന്നുന്നു. കറങ്ങുന്നതാ. നന്ദമോളെ കണ്ണ് നല്ലോണം തകർത്തല്ലോ. ആ സൈഡൊക്കെ ചൊറിയുന്നുണ്ട്. ഞാൻ അവിടെ പോയിട്ട് ഇങ്ങോട്ട് അയച്ചാറുണ്ട്. സുഹൃത്തുക്കളെ, ഇതാണ് ട്രഡീഷണൽ പേനോക്കൽ. അപാര പേനോക്കലാണ് കേട്ടോ. ഈ ഉമ്മ എന്ന് പറയുന്നത് ഇവിടെ തൊട്ടടുത്ത വീട്ടിലെ ഉമ്മയാട്ടോ വന്നിരുന്നത്. ആൾക്ക് നല്ല ഏജായി കണ്ടാൽ തന്നെ അറിയാലോ. അപ്പോൾ ഇവിടെ കുട്ടികൾ കളിക്കുന്ന ബോളാണ് കേട്ടോ. ആ ബോളെടുത്ത് കുറേ നേരം ഇങ്ങനെ നോക്കി ഒരു നല്ല നല്ല രസം തോന്നിട്ടോ. ശരിക്കും നാട്ടിൻപുറത്ത് വന്നു കഴിഞ്ഞാൽ അതൊരു വേറെ തന്നെ രസമാണ്. കുറേ കാര്യങ്ങൾ കാണാനുണ്ട്, പഠിക്കാനുണ്ട്. എന്തൊക്കെയോ നല്ലൊരു സന്തോഷം തോന്നി ഇവിടെ വന്ന സമയത്ത് കേട്ടോ. എന്താ മോളെ അപ്പൂപ്പന്താടി? കോഴിക്കോടുന്ന് ഇവിടെ കുറ്റിപ്പുറത്ത് വന്നിട്ട് ആരാൻ്റെ പാമ്പ് കയറി വിറകെടുക്കുക. അങ്ങോട്ടേക്കല്ല കേട്ടോ, ഇവിടുത്തെ വീട്ടിൽ. ചെറുതാ. ഈ ഒരു സംഭവം എന്താണെന്നറിയോ? മോൾ എന്നോട് ചോദിക്കുകയാണ്. ഇവിടുത്തെ ഏട്ടൻ്റെ അനിയൻ്റെ മോളാണ് കേട്ടോ. ഇവരെല്ലാവരും എന്നെ മേമാന്നാണ് വിളിക്കുക. അപ്പം ഓളിനോട് ചോദിക്കണം, മേമ കൃഷ്ണൻ്റെ കണ്ണ് കാണണോ? ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു സാധനമാണ്. ഒരു തത്തമ്മ പോലത്തെ ഒരു പൂവുണ്ടാവും, അതാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് കാണിച്ചു തരും കേട്ടോ. നോക്കിക്കോ. അത് ഓ, എങ്ങനെയാ? തൊടല്ലേ? കൊള്ളാലോ.
ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്പഴങ്ങ മരം കണ്ടു. അമ്പഴങ്ങ കാണുന്നുണ്ടോ നിങ്ങൾ? കാണുന്നില്ലെങ്കിൽ ഇതാ ഒന്ന് പഴുത്തതാട്ടോ. ഞാൻ കടിച്ചു. ഭയങ്കര പുളിപ്പാട്ടോ. ഭയങ്കര പുളിപ്പ് വെച്ചാൽ ഭയങ്കര പുളിപ്പ്. ഞങ്ങളുണ്ട്. സിമ്പിളായിട്ട് എത്തൂല്ലേ ഇനിയിപ്പോ? അപ്പൊ ഈ പാലം എവിടുന്നാണ്? കുമ്പിടി ടു കുറ്റിപ്പുറത്തേക്കുള്ള പാലം. പുതിയ പാലാണ് കേട്ടോ. ഇത് വരുന്നത് ഭാരതപ്പുഴയാണ് അടിയിൽ കൂടെ വരുന്നത്. ഷട്ടറല്ലേ? ഷട്ടർ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ വള്ളം ആയിരിക്കും. ഐ മീൻ വള്ളം തോണിയല്ല. അപ്പൊ ഇങ്ങനെ അടിപൊളിയായില്ലേ? ഈ കാണുന്നില്ല അതിനെ? മയിലിനെ കണ്ടില്ല? നല്ല ക്ലാരിറ്റി ഉള്ള ഫോണും. വലുതാ. ഈ ഒരു പാടെന്ന് പറയുന്നുണ്ടല്ലോ, ശരിക്കും ഞാൻ പച്ചപ്പ് ഉണ്ടാവുന്നൊക്കെ വിചാരിച്ച് വന്ന ആളാണ്. പക്ഷെ പച്ചപ്പൊന്നുമില്ല. ഇപ്പം നല്ല കൊടും വേനലല്ലേ. ഇത് മഴക്കാലത്തൊക്കെ കാണാൻ സൂപ്പറാണ് കേട്ടോ. ഫുള്ള് നെല്ലൊക്കെ വിളഞ്ഞു നിൽക്കുന്ന കാണാൻ എന്ത് രസമായിരിക്കും എന്നറിയോ. ഈ കാണുന്നത് ആ നേരെ കാണുന്ന വൈറ്റ് കളർ ഒരു അമ്പലമാണ് കേട്ടോ. അവിടെ വലിയൊരു ഉത്സവമൊക്കെ ഉണ്ടാവും. എന്താ കാളപ്പൂട്ടോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ആനയൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളെ ഉത്രാളിക്കാവ് വൈബാണ് കേട്ടോ ശരിക്കും. അങ്ങനെ ഇത് രാത്രിയിലുള്ള ഭാരതപ്പുഴയാണ് കേട്ടോ. ഒന്നും കാണുന്നില്ലല്ലോ. ഇത് ഭാരതപ്പുഴേൻ്റെ അക്കരെയുള്ള വെളിച്ചം മാത്രമേ കാണുന്നുള്ളൂ. ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്, അമ്പിളിമാമനുണ്ട്, നമ്മളെ ടോർച്ചിൻ്റെ വെളിച്ചമുണ്ട്. അപ്പോൾ നമ്മൾ ബൈ ബൈ പറയാണ് കേട്ടോ. ഇന്നിപ്പോൾ കുറ്റിപ്പുറത്തിനോട് ബൈ ബൈ പറയാണ്. അപ്പോൾ നമ്മൾ പിന്നൊരു ദിവസം വരും. അപ്പോൾ തോണി എടുക്കാനുള്ള പരിപാടിയാണ്. ഒന്നും കാണൂല കേട്ടോ. ഞാൻ ഫ്ലാഷ് ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒന്നും കാണാനൊന്നും പോകുന്നില്ല. അപ്പം ഇനി പിന്നൊരു ദിവസം കുറ്റിപ്പുറത്ത് വരുന്ന സമയത്ത് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അതുവരെ ബൈ. അതാണ് പങ്കായം. അത് ബോട്ടിലാണ് തൊഴണ്ട്. ഒന്നുകൂടി ഉണ്ട് അതിനകത്ത്. ഇതെങ്ങനെ പോണേ?